രാഷ്ട്രീയ കേരളത്തിലെ എൻഡോസൾഫാനാണ് കെ മുരളീധരനെന്നും എൻഡോസൾഫാനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമരം കെ മുരളീധരനെതിരെ നടത്തുമെന്നും എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു. വയനാട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശിവപ്രസാദ്. സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായ കെ എം ഫ്രാൻസിസിനെയും പ്രസിഡന്റായി കെ ആർ ജിതിനെയും തെരഞ്ഞെടുത്തു. മനുഷ്യന്റെ പട്ടിണി മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഡിവൈഎഫ്ഐ ചെയ്യുമെന്ന് എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു. രാഷ്ട്രീയ കേരളത്തിലെ എൻഡോസൾഫാനാണ് കെ മുരളീധരനെന്നും ഡിവൈഎഫ്ഐ എൻഡോസൾഫാനെതിരെ നടത്തിയ സമരം കെ മുരളീധരനെതിരെ നടത്തുമെന്നും എം ശിവപ്രസാദ് പറഞ്ഞു. ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം ശിവപ്രസാദ്. ഇന്ന് കെ മുരളീധരന്റെ പൊതിച്ചോറിനെ വെല്ലുവിളിച്ചുള്ള പ്രസ്താവന കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഡിവൈഎഫ്ഐ എൻഡോസൾഫാനെതിരെ നടത്തിയ ആ പോരാട്ടമാണ്. രാഷ്ട്രീയ കേരളത്തിലെ എൻഡോസൾഫാനാണ് ഈ കെ മുരളീധരൻ എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തെ മലീമസമാക്കുന്ന കൊടിയ വശം തീറ്റുന്ന എൻഡോസൾഫാനായി കേരളത്തിലെ ഒരു മന്ത്രി മാറിയാൽ 2010 എങ്ങനെയാണോ എൻഡോസൾഫാനെതിരെ കേരളത്തിലെ ഇടതുപക്ഷം ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയിൽ പോരാട്ടം നയിച്ചത്, അതേ വീറോടെ വാശിയോടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ എൻഡോസൾഫാനായ കെ മുരളീധരനെതിരെ ഡിവൈഎഫ്ഐ പോരാട്ടം നയിക്കും. 2 ദിവസം നീണ്ടുനിന്ന പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയായി കെ എം ഫ്രാൻസിസിനെയും പ്രസിഡന്റായി കെ ആർ ജിതിനെയും ട്രഷററായി സാന്ദ്ര രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിക്കുന്ന സമീപനം, അതുപോലെ തന്നെ കേരളത്തിലെ UDFിന് നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പോളിസികളെല്ലാം കൂടുതൽ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഡിവൈഎഫ്ഐക്ക് നൽകുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പൊതുവായി ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനം നിലയ്ക്ക് ആലോചിച്ചിട്ടുള്ളത്. വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. ആ ഭക്ഷണം നൽകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തത്. അത് വളരെ ഭംഗിയായി 10 വർഷക്കാലം ഡിവൈഎഫ്ഐ എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി അങ്ങനെ കൊടികുത്തി ഭക്ഷണം നൽകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിനകത്ത് ഒരു സർക്കാർ സ്വീകരിക്കുമ്പം അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത്. TP റദ്ദുഷോപ്പ്, VB ബബീഷ്, ഇസ്മയിൽ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. ജോബിസൺ, അർജുൻ ഗോപാൽ, P ജംഷീദ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും KS ഹരിശങ്കർ, KV അനീഷ് എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും സമ്മേളനം തെരഞ്ഞെടുത്തു. വൻ യുവജന റാലിയോടെയാണ് സമ്മേളനത്തിന് സമാപനമായത്. കൈരളി ന്യൂസ്, വയനാട്.